നമസ്കാരം. പ്രണയം നടിച്ച് കാമുകനെ കീടനാശിനി കലർത്തിയ കഷായം കുടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ലഭിച്ചിരിക്കുകയാണ്. ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. ശിക്ഷ നടപ്പായാലും ഇല്ലെങ്കിലും വധശിക്ഷയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ചില കണക്കുകൾ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. 2024 ലഭിച്ച കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഇതുവരെ 26 പേരാണ് വധശിക്ഷയ്ക്ക് വിധേയരായത്. വധശിക്ഷ കാത്ത നിൽക്കുന്നവരുടെ പട്ടികയിലേക്ക് ഗ്രീഷ്മയും എത്തുന്നുണ്ട്. രാഷ്ട്രപതിയും പ്രതിയുടെ ദയാഹർജി തള്ളിയാൽ തൂക്കിലേറ്റാനുള്ള പ്രക്രിയയ്ക്ക് തുടക്കമാകും. ബ്ലാക്ക് വാറന്റ് പുറപ്പെടുവിക്കലാണ് ആദ്യ നടപടി. പ്രതിയെ കണ്ടംപ്റ്റ് സെൽ എന്ന ഏകാന്ത തടവിലേക്ക് മാറ്റും. പ്രതിക്ക് ഇഷ്ടമുള്ള ഭക്ഷണവും നൽകി സന്ദർശകരെയും അനുവദിക്കും. അന്ത്യാഭിലാഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അനുവദിക്കും. വിൽപത്രം എഴുതാനും അവസാനമായി പ്രാർത്ഥിക്കാനും സൗകര്യം നൽകും. പുലർച്ചെയാണ് ഇന്ത്യയിൽ വധശിക്ഷ സാധാരണയായി നടപ്പിലാക്കുക. വ്യക്തിയുടെ ഭാരമുള്ള ഡമ്മി തൂക്കി കയറിന്റെ ബലം ഉറപ്പുവരുത്തും. പുലർച്ചെ പ്രതിയെ നടത്തി കഴുമരത്തിന്റെ പോഡിയത്തിൽ കൊണ്ടു നിർത്തും. കറുത്ത മുഖാവരണം ധരിപ്പിക്കും. കൈകളും കാലുകളും ബന്ധിക്കും. ആരാച്ചാർ കഴുമരത്തിന്റെ ലിവർ വലിക്കുന്നതോടെ പോഡിയത്തിന്റെ തട്ട പ്രതിയുടെ കാലടിയിൽ നിന്ന് തെന്നി മാറും. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ മരണം സംഭവിക്കും. നിർഭയ കേസിലെ 4 പ്രതികളെ തൂക്കിലേറ്റിയതാണ് ഇന്ത്യയിലെ അവസാന കൊലക്കയർ നടപ്പാക്കൽ. കേരളത്തിൽ ഏറ്റവും ഒടുവിൽ വധശിക്ഷ നടപ്പാക്കിയത് 3 പതിറ്റാണ്ട് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1991 റിപ്പർ ചന്ദ്രനാണ് അന്ന് തൂക്കിലേറിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു ശിക്ഷ. പല കേസുകളിലായി നിലവിൽ 22 പേർ വധശിക്ഷ കാത്ത പല ജയിലുകളിൽ കഴിയുകയാണ്. അതിൽ 23ാമതായി കഷായം ഗ്രീഷ്മയും എത്തിയിരിക്കുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ 2 തൂക്കുമരങ്ങളും തിരുവനന്തപുരം പൂജപ്പുരയിൽ 1 തൂക്കുമരവുമാണ് ഉള്ളത്. വിയൂരൊന്നും തൂക്കിലേറ്റാൻ സൗകര്യമില്ല. ഒരു ജയിലിലും സ്ഥിരം ആരാച്ചാർ ഇല്ല. വധശിക്ഷ നടപ്പാക്കുന്നതിന് 2 ലക്ഷം രൂപയാണ് പ്രതിഫലം കൊടുക്കുന്നത്. ദയാഹർജി തള്ളുന്നത് വരെ മറ്റു തടവുകാരെ പോലെ തന്നെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെയും പരിഗണിക്കുന്നത്. ജയിലിൽ മറ്റു തടവുകാർക്കൊപ്പം താമസിപ്പിക്കും. ജോലികൾ ചെയ്യണം, എന്നാൽ പരോൾ ലഭിക്കില്ല. രാഷ്ട്രപതി ദയാഹർജി തള്ളിയാൽ പിന്നീട് ഏകാന്ത തടവാണ്. ദിവസവും ഡോക്ടർമാർ പരിശോധിക്കും. പൂർണ്ണ ആരോഗ്യം ഉറപ്പാക്കിയേ വധശിക്ഷ നടപ്പാക്കൂ എന്നത് ക്രൂരമായ തമാശയാണ്. കുറ്റം അപൂർവങ്ങളിൽ അപൂർവമെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഇന്ത്യയിൽ കോടതികൾ പ്രതിക്ക് വധശിക്ഷ വിധിക്കുക. അത്യപൂർവ കുറ്റങ്ങളിൽ അല്ലാതെ വധശിക്ഷ പാടില്ല എന്ന് ഇന്ത്യയിലെ പരമോന്നത കോടതി പലതവണ കീഴ്ക്കോടതികളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ 2 ജയിലുകളിൽ തൂക്കിക്കൊല നടപ്പാക്കാനുള്ള സൗകര്യമുണ്ട്. 1 വടക്ക് കണ്ണൂരിൽ, 2 തെക്ക് തിരുവനന്തപുരത്തെ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ്. കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട ശേഷം ഈ 2 ജയിലുകളിലുമായി ആകെ തൂക്കിലേറ്റപ്പെട്ടത് 26 കുറ്റവാളികൾ. 45 വർഷം മുൻപ് നിരവധി പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്ന അഴകേശൻ എന്ന ദുർമന്ത്രവാദിയെ തൂക്കിലിട്ടതാണ് പൂജപ്പുരയിൽ നടപ്പിലായ അവസാന വധശിക്ഷ. കണ്ണൂർ സെൻട്രൽ ജയിലിലാകട്ടെ 1991 സീരിയൽ കില്ലർ റിപ്പർ ചന്ദ്രനെ തൂക്കിലേറ്റിയതാണ് അവസാനത്തേത്. ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് 14 പേരെ കൊലപ്പെടുത്തിയ കുറ്റവാളിയായിരുന്നു റിപ്പർ ചന്ദ്രൻ. കേരളത്തിൽ ഒരു കുറ്റവാളിയെ തൂക്കിലേറ്റിയിട്ട് 33 വർഷം കഴിഞ്ഞു എന്നർത്ഥം. റിപ്പർ ചന്ദ്രന്റെ ശേഷവും കേരളത്തിലെ കോടതികൾ പല കേസുകളിലും വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. എന്നാൽ ആ ശിക്ഷകൾ ഒന്നും നടപ്പായില്ല. പലരുടെയും വധശിക്ഷ അപ്പീൽ കോടതികൾ ജീവപര്യന്തമാക്കി ഇളവ് ചെയ്തു. ലോകത്തെ 98 രാജ്യങ്ങൾ വധശിക്ഷ പൂർണ്ണമായും നിർത്തലാക്കിയിട്ടുണ്ട്. ചൈന, ഇറാൻ, സൗദി അറേബ്യ എന്നീ 3 രാജ്യങ്ങളിൽ ഏറ്റവും അധികം വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യങ്ങൾ പട്ടികയിൽ വരുന്നുണ്ട്. ലോകത്ത് പല രാജ്യങ്ങളിലും പല രീതികളിൽ ആണ് വധശിക്ഷ നടപ്പാക്കുന്നത് തന്നെ.